ഗായ്സ്, ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ രാവിലെയാണ്. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ കാരവാനാണ് ടോപ്പിക്ക്, വേറെ ഒന്നല്ല. അതായത് കുറേ പണ്ടോട്ടേ ഉള്ള ആഗ്രഹമാണ് ഇതുപോലൊരു ചലിക്കുന്ന വീട് തന്നെയല്ലേ പറയാ, ചലിക്കുന്ന വീട്ടിൽ യാത്ര ചെയ്യണമെന്ന് പണ്ടോട്ടേ ഉള്ള ആഗ്രഹം. ഈ സിനിമയിലെല്ലാം കാണുമ്പോൾ നമ്മുടെ നാട്ടിലൊന്നും എപ്പോഴും എല്ലാവരും ഒന്നും പോകുന്നതല്ലല്ലോ. പക്ഷെ ഇവിടെ വന്നേ പിന്നെ കൂടുതൽ ഇങ്ങനെ കാണാൻ തുടങ്ങി. അപ്പം നമുക്ക് മനസ്സിലായി, ഓക്കെ, ഇത് നമുക്ക് പോസിബിൾ ആവും എന്നുള്ളത്. പക്ഷേ 3 വർഷം എടുത്ത് പോസിബിൾ ആവാനായിട്ട്. എന്നാലും കുഴപ്പമില്ല. ഇത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്, ഓ ഷിറ്റ്, നമ്മൾ മുന്നേ ചെയ്യേണ്ടിയിരുന്നതെന്ന്. എപ്പോഴാണ് തോന്നി തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മൾ സ്കോട്ട്ലാൻഡിൽ പോയ സമയത്ത്, ഇന്നലെയും കൂടെ ഞാനും വിഷ്ണുവും പറയാനും, നമ്മൾ സ്കോട്ട്ലാൻഡിൽ പോയത് ഹൈലാൻഡ് ഓ ഇതാരത് അത് വീഡിയോ എടുക്കുമ്പോ വരുന്നടാ ആട്. ഞാൻ നീ കാണിച്ചുതരാം. നേരത്തെ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ ദൂരെന്ന് വന്നു. ഓക്കെ, ആടിനെ വിട്ടേക്ക്. അപ്പം എന്താണ്, സ്കോട്ട്ലാൻഡിൽ പോയപ്പോൾ നമ്മൾ 5 പേരാ പോയത്. നമ്മൾ ഫ്രണ്ട്സാ പോയത്. അപ്പം നമ്മൾ എഡിംബ്രേന്ന് റെന്റ് എടുത്തു കാറ്. സ്റ്റേഷൻ്റെ അവിടെയുള്ള ഒരു ഏജൻസി ത്രൂ അങ്ങനെ റെന്റ് എടുത്തതാണ്. 3 days നമുക്കൊരു 300 സംതിങ് അങ്ങനെ ആയത് അല്ലേ. അതേ പൈസയാണ് നമുക്ക് ഇതിനും ആയത്. എനിക്ക് തോന്നുന്നു അന്ന് നമ്മൾ 5 പേര് ഷെയർ ഇട്ടതുകൊണ്ട് അതൊരു ചെറിയ എമൗണ്ട് ആണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ 2 പേര് ഷെയർ ഇടുമ്പം ഇത് ഇച്ചിരി എക്സ്പെൻസീവ് പോലെ തോന്നും. പക്ഷെ അതല്ല. ഇപ്പം ഒരു നമ്മളെപ്പോലെയുള്ള ഒരു കപ്പിൾസ് വിത്ത് ചിൽഡ്രൻസ് കൊണ്ടുപോകുന്നതാണെന്നുണ്ടെങ്കിൽ പക്കയായിരിക്കും അല്ലേ, പക്ക അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ട്രിപ്പായിട്ട്. 4 പേർക്ക് വണ്ടി അടിപൊളിയാണ്. കൂടുതൽ ഫ്രണ്ട്സ് ആണെങ്കിലായിരിക്കും ഓക്കെ, അല്ലെങ്കിൽ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള 2 കപ്പിൾസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് പ്രൈവസി മാറ്റേഴ്സ് അതിനെ പറ്റിയൊന്നും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് ചെറിയ പരിചയത്തിൽ കാണുന്നവരെ ഒന്നും കൊണ്ടുപോവാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഒരു സുഖം ഉണ്ടാവില്ല അങ്ങനെ. അപ്പം നമ്മൾ ഇതിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു ഡീറ്റെയിൽസ് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഞാൻ 1-2 സ്റ്റോറി ഇട്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ആൾക്കാർ, ഈവൻ നാട്ടിൽ നിന്ന് പോലും ആൾക്കാർ എനിക്ക് മെസ്സേജ് ചോദിച്ചു, റെൻ്റാണോ, എങ്ങനെയാണ്, നല്ലതാണോ, അങ്ങനെയെല്ലാം ചോദിച്ചിട്ട്. അപ്പം റെൻ്റാണ്, നമുക്ക് സ്വന്തമായിട്ട് എടുക്കാനായിട്ടില്ല. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് ഉറപ്പായിട്ടും എടുക്കും അല്ലേ. നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ സ്വന്തമായിട്ട് ഉറപ്പായിട്ടും എടുക്കുന്നു. അപ്പോൾ കാരണം നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടു. നമ്മളെല്ലാവരുടെ അടുത്തും റെക്കമെൻഡ് ചെയ്യുന്നു, ഒരു വട്ടെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾ വൺസ് ട്രൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ പിന്നെ ഇതന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഒരു കാര്യം. പിന്നെ നമുക്ക് കുറേ രീതിയിൽ നമുക്ക് അഫോർഡബിൾ ആണ്. അതായത് ഇപ്പം ഞാൻ വിചാരിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വേറൊരു റെന്റ് ഇവിടെ ഏറ്റവും കൂടുതൽ യുകെൻ്റെ അകത്ത് ട്രാവൽ ചെയ്യാൻ നമുക്ക് പാട് എന്ന് പറയുന്നത് എന്താ, അക്കോമഡേഷൻ, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. ഫുഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കോട്ട്ലാൻഡിൽ പോയപ്പോൾ ഒരാൾക്ക് 20 പൗണ്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു നേരത്തെ മീൽ കഴിച്ചത്. കാരണം മെഗ്ഡി കേസ് അങ്ങനത്തെ ഒന്നും ഇല്ല ആ ഭാഗത്ത്. നമ്മൾ ഭയങ്കര ലോക്കൽ ഷോപ്പിലൊക്കെ പോയി കഴിക്കുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഈ പറയുന്ന പോലെ പബ്ലിക് ട്രാൻസ്പോർട്ട്, ട്രെയിനുകളൊക്കെ എന്ന് പറയുമ്പോൾ ഇവിടെ ഭയങ്കര പൈസയാണ്. അതായത് ഇപ്പം നമുക്ക് ലണ്ടനിൽ നിന്ന് സ്കോട്ട്ലാൻഡിൽ വരണമെന്നുണ്ടെങ്കിൽ ട്രെയിൻ നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈറ്റിനേക്കാളും ഒരു 10 ഇരട്ടി പൈസയാണ് ട്രെയിനുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു റോഡ് ട്രിപ്പ് എന്ന് പറയുമ്പം കുറേ കൂടിയും നമുക്ക് എന്താ പറയുക, എക്സ്പ്ലോർ ചെയ്യാനും പറ്റും. അറ്റ് ദ സെയിം ടൈം നമുക്ക് നമ്മുടെ സ്റ്റേ ആലോചിച്ച് ബോധർ ചെയ്യണ്ട. നമുക്ക് എല്ലാം നമുക്കിങ്ങനെ പോകുന്ന വഴി കണ്ട് ആസ്വദിച്ച് അങ്ങനെ പോവാം. നമ്മൾ അങ്ങനെ പോയത്. നമ്മൾ ഓരോ ദിവസത്തെ ക്യാമ്പ്സ് ആയിട്ട് ഓരോ സ്ഥലത്തെടുക്കും. എന്നിട്ട് ആ റൂട്ടിൻ്റെ ഇടയിലുള്ള സ്ഥലങ്ങൾ മൊത്തം നമ്മൾ ബോർഡ് കാണുന്നതും മാപ്പിൽ നോക്കിയിട്ടെല്ലാം കവർ ചെയ്യും. അങ്ങനെ നമ്മൾ ഇപ്രാവശ്യം ട്രിപ്പ് പോയത്. ദാറ്റ് വാസ് റിയലി അമേസിങ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അടിപൊളിയാണ്. അങ്ങനെ നല്ല ക്ലൈമറ്റും ആയിരുന്നു. അത് ഒരു മാറ്ററാണ്. ക്യാമ്പവാൻ എടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത് എല്ലാ ക്ലൈമറ്റിലും നല്ലതായിരിക്കുന്നത്. പക്ഷേ ഒരു സമയം നമ്മൾ ഒരു സൈറ്റിൽ കുറച്ച് ചളി ഉണ്ടായി. പ്രീവിയസ് ഡേ, ഫസ്റ്റ് ഡേ, അതിൻ്റെ മുന്നത്തെ ദിവസം മഴ പെയ്തെന്ന് തോന്നുന്നു. അപ്പം കയറി ഇറങ്ങുമ്പോഴൊക്കെ ചളി ആവുന്ന പോലെ ഒരു തോന്നൽ തോന്നി. ഭയങ്കര നമ്മൾ കോൺഷ്യസ് ആയിട്ടാണ് നിന്നത്. പക്ഷെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഒരു കോൾഡ്, തണുപ്പ് ആ ഒരു സമയത്ത് വരുമ്പം, മഞ്ഞ്, മഴ സമയത്ത് വരുമ്പോൾ കുറച്ചൊരു മെസ്ഡപ്പ് ആവും, ചിലപ്പം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ. അപ്പം നമ്മുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ എക്സ്പീരിയൻസ്. പിന്നെ മെയിൻലി നമുക്ക് ഇതിനകം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാം എങ്ങനെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ആരെങ്കിലും ക്യാമ്പവാൻ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സംശയമുണ്ട്. പക്ഷെ ഒരു യൂട്യൂബിലും ചില ആൾക്കാർ എക്സ്പീരിയൻസ് പറയുന്നു, അതിങ്ങനെ കാണിക്കുന്നതല്ലാണ്ട് ഒന്നിലും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഇന്നത് എങ്ങനെയാണ് അതെങ്ങനെയാണെന്നൊന്നും പറയുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ചുമ്മാ ഒരു വീഡിയോ അല്ലേ, നമ്മുടെ കയ്യിൽ ഇപ്പം ഈ സാധനം ഉണ്ട്, അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. പിന്നീട് നമുക്ക് അയ്യോ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യണ്ടല്ലോ.
അങ്ങനെയാണ് ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എങ്ങനെ വിഷ്ണു സ്റ്റാർട്ടിങ് ഇതിനൊക്കെ മുന്നേ താങ്ക്സ് ടു ആൽബി, ഞങ്ങളുടെ ഫ്രണ്ട്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. അവൻ ഈ അടുത്ത് ക്യാമ്പർ വാൻ എടുത്ത് അവൻ ഞങ്ങളുടെ തന്നെ കൂടെയുള്ള കുറച്ച് ഫ്രണ്ട്സ് ട്രിപ്പ് പോയിണ്ടായി. അപ്പം ഞാൻ ഓനോടാണ് ആദ്യമായിട്ട് ചോദിക്കുന്നത്. കാരണം എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് അറിയുന്ന ആരും പോയേ പരിചയമില്ല. കാരണം നമുക്കൊരു എന്താ പറയുക, നമ്മളൊരു ബിറ്റ് പേടിയാണ് നമുക്ക്, അതെടുത്താൽ എങ്ങനെയായിരിക്കും ഇതെടുത്ത്. അപ്പം അവൻ പോയി കണ്ടപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആയി. ഓക്കെ, അവൻ പിന്നെ ഭയങ്കര അടിപൊളി, അവരെടുത്തത് വലിയ വണ്ടിയാ അല്ലേ, വലിയ ക്യാമ്പർ വാനാ. അപ്പം അവര് 6 പേരുണ്ടായി. ഒരാൾ പ്രഗ്നന്റ് കൂടിയായിരുന്നു അതില്, മുനീഫിന്റെ വൈഫ്. അപ്പം അപ്പോൾ എനിക്ക് കുറെ കൂടിയും ഇഷ്ടപ്പെട്ടു. കാരണം അത്രയും പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് പോകണമെങ്കിൽ അത്രയും സേഫ് ആയിട്ടുള്ള വണ്ടി ആയിരിക്കുമല്ലോ. അപ്പം ആൽബി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അടിപൊളിയാടി, പോടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാനും. അപ്പോൾ ഓക്കെ, അതാണ് മെയിൻ റീസൺ. അതുകൊണ്ട് താങ്ക്സ് ടു ആൽബി. അവനാണ് എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. 2 ആപ്പ് ഉണ്ട്, ഒന്ന് ഗോബൂണി, ഒന്ന് ക്യാമ്പിഫൈ. ഈ 2 ആപ്പാണ്. ഞാൻ അതിന്റെ ലിങ്ക് അങ്ങനെ എന്തെങ്കിലും ആപ്പ് അല്ല, സോറി, അതൊരു വെബ്സൈറ്റ് ആണ്. ഞാൻ വേണമെങ്കിൽ ആണോ? ഓക്കെ. അപ്പം അതിൽ പോയി നമുക്ക് സെർച്ച് ചെയ്യാ. അപ്പം നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ എവിടെയാണോ, നമുക്ക് എവിടെ നിന്നാണോ ഇത് പിക്ക് ചെയ്യാൻ പറ്റുന്നത്, ആ സ്ഥലം തൊട്ട് സെർച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ അങ്ങനെ റിക്വസ്റ്റ് കൊടുക്കുക. അപ്പോൾ അവരത് കണ്ടിട്ട് കൺഫേം ചെയ്താൽ നമുക്ക് പേയ്മെന്റ് കൊടുത്തിട്ട് അത് ബുക്ക് ചെയ്തിടാം. പിന്നെ പേയ്മെന്റ് അപ്പം തന്നെ കൊടുക്കണം. പിന്നെ ഓണറായിട്ടാണ് നമ്മൾ കോൺടാക്ട്. ഓണറായിട്ട് മെസ്സേജ് അയക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അതിൽ തന്നെ മെസ്സേജ് അയക്കുക, ചോദിക്കുക, എങ്ങനെയാണ് എന്നൊക്കെ എല്ലാം ചോദിച്ച് മനസ്സിലാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതായത് ഈ ഗോബൂണി ആപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ത്രൂ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഗോബൂണി ഇവരുടെ ഒരു ഇന്റർമീഡിയറ്റ് ഉണ്ടാവും. അത് നമ്മൾ ഡിറക്റ്റ് ഈ ഓണറിൻ്റെ അടുത്തല്ല നമ്മൾ കണക്ട് ചെയ്യുന്നത്. നമുക്ക് ഇടയിൽ ഒരു തെളിവിന് ഒരാളുണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഇതിൽ തന്നെ നമ്മുടെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഈ ഗോബോണിയിൽ തന്നെ അത് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം അവരെന്നെ എടുക്കും. നമുക്ക് അതിനെ ചൊല്ലി വേറെ ഒന്നും, നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, വേറെ ഒന്നും വേണ്ട. പിന്നെ നമ്മൾ ബുക്ക് ചെയ്യുക, ഏതാണോ ദിവസം, നമുക്ക് ഏതാണോ ടൈം അലോക്കേറ്റ് ചെയ്തത്, ആ സമയമാകുമ്പോൾ നമ്മൾ പോവുക. നമ്മൾ ബ്രൈറ്റണിൽ പോയി, പുള്ളിക്കാരത്തിയുടെ വീട്ടിൽ പോയി. അപ്പം നമുക്ക് അവിടെ വെച്ചിട്ട് ഒരു 15 മിനിറ്റ്സ് മാക്സിമം പോയി കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് ഉണ്ട്. ആ ഒരു 15 മിനിറ്റ്സ് നമ്മൾ, പുള്ളിക്കാരത്തിയുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടാവും, നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടാവും. ഈ ഗോബൂണി ആപ്പ് ത്രൂ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഈ ചെക്ക് ഇൻ ചെയ്യുന്ന പോലെ പുള്ളിക്കാരിയുടെ ഇവൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എഴുതിയെടുക്കുക. ഇവൻ ഈ കാറിൻ്റെ ഡീറ്റെയിൽസ്, അതായത് എല്ലാ സൈഡിലുള്ള ഫോട്ടോസും അകത്തെ ഫോട്ടോസും, ഇതെങ്ങനെയാണ്, ക്ലീൻ ആണോ, അങ്ങനെ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം ചെയ്യുക. അതെല്ലാം ചെയ്തതിന് ശേഷം ആ പുള്ളിക്കാരി പിന്നെ നമുക്കെല്ലാം പറഞ്ഞു തരും. കമ്മിങ് ടു ദ റെൻറ്റ്, നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് റെൻറ്റിന്. അതായത് വണ്ടിക്ക് ചെറിയ റേറ്റ് മുതൽ വലിയ റേറ്റ് വരെ എടുക്കാം. ഞാൻ ഏറ്റവും മിനിമം പ്രൈസാണ് നോക്കിയത് സത്യം പറഞ്ഞാൽ. കാരണം നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. നമ്മൾ ഫ്രണ്ട്സായിട്ട് പോകുമ്പോൾ നമുക്കൊരു 100 to 150 ഇടയിലുള്ള ഒരു വണ്ടികളൊക്കെ നോക്കാം. പക്ഷെ നമുക്കിത് നമ്മൾ 2 പേര് മാത്രം ആയതുകൊണ്ട് നമുക്ക് മാക്സിമം അത് ബഡ്ജറ്റും കൂടെ നോക്കണമല്ലോ. അങ്ങനെ നോക്കി എത്തിയപ്പോഴാണ് ഈ സാധനം കണ്ടത്. ഇതിന് 88 പൗണ്ടാണ് പെർ ഡേ വരുന്നത്. അത് നമ്മൾ 6 ഡേ എടുത്തു. അപ്പം 88 പൗണ്ട് 6 ഡേ എന്ന് പറയുമ്പോൾ എത്രയാവും ഏകദേശം? അതും മാത്രമല്ല, പ്ലസ് ഇൻഷുറൻസിന്റെ പൈസയും, പ്ലസ് ഇൻഷുറൻസിന്റെ ഒരു 100 സംതിങ് പൗണ്ടും കൂടെ വരുന്നുണ്ട്. അത് എത്ര ടോട്ടൽ എന്ന് ഞാനിവിടെ മെൻഷൻ ചെയ്യാം. പിന്നെ നമ്മൾ അഡ്വാൻസ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് കൂടെ കൊടുക്കണം. അത് ഡിപ്പെൻസ് ആണ്, ഓരോ ആൾക്കാർ ഓരോ അഡ്വാൻസാണ് ചോദിക്കുന്നത്. ചില ആൾക്കാർ 1000 പൗണ്ട് ചോദിക്കുന്നുണ്ട്, ചില നമ്മുടെ അടുത്ത് എത്രയാണ് ചോദിച്ചത്? 400 പൗണ്ടാണ്. ടോട്ടൽ 1050 അങ്ങനെ എത്രയാണ് നമ്മൾ പേ ചെയ്തിട്ടുണ്ട്. ആ ഡീറ്റെയിൽ പ്രോപ്പർ ഡീറ്റെയിൽസ് നമുക്ക് റീഫണ്ട് കിട്ടും. നമ്മൾ വണ്ടിക്കൊന്നും പ്രശ്നമൊന്നുമില്ല, അങ്ങനത്തെ പരിപാടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബാക്കി 400 എമൗണ്ട് തിരിച്ച് ഇത് കിട്ടും. ക്യാമ്പ് സൈറ്റ്, അതാണ് ഞാൻ പറയാൻ വന്നത്. നമുക്ക് നൈറ്റ് സ്റ്റേ, നമുക്ക് എവിടെയും ഇത് പാർക്ക് ചെയ്ത് ഇടാൻ പറ്റില്ല. നമ്മൾ നൈറ്റ് സ്റ്റേ ചെയ്യുന്നത്, അതായത് എല്ലാ പാർക്കിങ്ങിലും, ഏത് പബ്ലിക് ആണെങ്കിലും ഫ്രീ പാർക്കിംഗ്, അതിൽ ഏത് സ്ഥലത്താണെങ്കിലും അവിടെ എഴുതിയിട്ടുണ്ടാവും നോ ഓവർനൈറ്റ് സ്റ്റേ ഫോർ ക്യാമ്പർ വാൻസ് മോട്ടോർ ഹോംസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ നിർബന്ധമായിട്ടും ഒരു ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പിച്ച് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അതിന് ആൽബി താങ്ക്സ് ടു ആൽബി ഒക്കെ അതിന് നമ്മൾ ഏത് ആപ്പാണ് എടുത്തത്? പിച്ചപ്പ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ്, ആപ്പല്ല. അപ്പം ആ വെബ്സൈറ്റിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മൊത്തം ഞാൻ
വേറൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, അതിപ്പോൾ നിങ്ങൾ പോയി കണ്ടിട്ട് വായോ. അതെ, നമ്മൾ ഫസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് പിച്ചപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സൈറ്റ് എടുക്കുക. സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. മേക്ക് യുവർ ഗ്രേറ്റ് എസ്കേപ്പ്, ബുക്ക് ക്യാമ്പ് സൈറ്റ്, ക്ലാമ്പിംഗ് സൈറ്റ് ആൻഡ് ഹോളിഡേ പാർക്ക്. ഇത് എന്താണ് കാരവാൻസിൻ്റെ മാത്രമല്ല, ക്യാമ്പർവാൻസ്, കാരവാൻസ്, ക്യാമ്പ് സൈറ്റ്, ബൈക്കെല്ലാം കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് എന്താണ് ക്യാമ്പ് അടിച്ച് ടെൻ്റ് അടിച്ചൊക്കെ ഇരിക്കാനുള്ള അങ്ങനത്തെ എല്ലാ സ്പേസും ഉണ്ട് കേട്ടോ ഇതെല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ഏതാന്ന് വെച്ചാൽ നമ്മുടെ സെലക്ട് ചെയ്യാം. നമ്മുടെ അക്കോമഡേഷൻ ക്യാമ്പർ വാനാണ് നമുക്ക് വേണ്ടത്. സോ നമ്മളത് സെലക്ട് ചെയ്ത്, ഇവിടെ നമുക്ക് ഇലക്ട്രിക് പിച്ച് മസ്റ്റായിട്ട് വേണ്ടുന്നത് മാത്രം കാണിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിൽ നമ്മുടെ ഇത് കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാം. അറൈവ് ഞാൻ ഇന്നാ കൊടുക്കണ്ടേ, എനിക്ക് 7 വേണ്ടേ. 2 adults സെർച്ച് കൊടുക്കാം. സെർച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് ക്യാമ്പർ വാൻ സൈറ്റ് വരും. സോറി, ഞാൻ ലൊക്കേഷൻ ഇട്ടിട്ടില്ല. ലൊക്കേഷൻ എനിക്കിന്ന് ലാൻഡഡ്നോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകേണ്ടത്. സോ ഞാൻ ആ ലൊക്കേഷൻ ഇട്ട് സെലക്ട് ചെയ്തു. 12 അവൈലബിൾ സൈറ്റ്സ് ഉണ്ട്. ഇതിൽ പൈസ കാണിക്കും. ഓക്കെ, നമ്മളിതാ ഇത് സെലക്ട് ചെയ്തു. ഇതിൽ നമുക്ക് റിവ്യൂസ് കാണാം. ഇവിടെ എല്ലാം വായിച്ചു നോക്കണം. റീഡ് മോറിൽ ഉണ്ടാവും. ചിലതിൽ ടോയ്ലറ്റ്സിൻ്റെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ടാവില്ല, പക്ഷെ വായിക്കുമ്പോൾ കാണുള്ളൂ നമ്മൾ ടോയ്ലറ്റ്സ് ഇല്ല എന്നുള്ളത്. എല്ലായിടത്തും ടോയ്ലറ്റ്സ് ഉണ്ടാവില്ല, കാരണം നമ്മുടെ ക്യാമ്പർ വാനിന് ടോയ്ലറ്റ് നിർബന്ധമാണ്. ടോയ്ലറ്റ് ഉള്ള ക്യാമ്പർ വാനിന് അത് ബാധിക്കുന്നുണ്ട് ഇല്ല എന്ന് തോന്നുന്നു. സോ നമുക്ക് ഇതാണ് വേണ്ടത്. നോൺ ഇലക്ട്രിക് ഗ്രാസ് മോട്ടോർ ഹോം പിച്ച്, പ്രൈസസും ഇതൊക്കെ നോക്കാം നമുക്ക്. ഇവിടെ എല്ലാം എഴുതിയിട്ടുണ്ടാവും. ചിലയിടത്ത് കിഡ്സ് അലൗഡ് അല്ല കേട്ടോ, അത് പ്രത്യേകം അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. 18+ ആൾക്കാർ മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ 15+, 16+ എന്നൊക്കെ, അതൊക്കെ നോക്കണം. പിന്നെ നമുക്ക് ബാർബിക്യൂസ് അലൗഡ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിൽ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ടെൻറ്റും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം. ഇവിടെ നമ്മൾ നോക്കുക 7 ഇന്നാണ് ഡേറ്റ്, കാര്യങ്ങളൊക്കെ നോക്കുക. ബുക്ക് നൗ കൊടുക്കുക. എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ നിങ്ങളൊരു 7 to 8 കൊടുത്തിട്ടുണ്ട്. ആപ്പിൾ പേയിൽ നമുക്ക് പേ ചെയ്യാം. പൈസ പോയി. ഓക്കെ, നമുക്ക് ബുക്കിംഗ് കൺഫർമേഷൻ വന്നു. താങ്ക്സ് ഫോർ ബുക്കിംഗ്. ഇനി ഇമെയിലാണെങ്കിൽ ഇമെയിലിൽ വരും. ഓക്കെ, അത്രേ ഉള്ളൂ ഗൈസ്. മെയിലും വന്നു. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ ബുക്ക് ചെയ്യുക. അപ്പം നമ്മൾ അങ്ങനെ ബുക്ക് ചെയ്തൊരു സ്പോട്ടിലാണ്, ഈ ബുക്ക് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞില്ല, ആ ഒരു സ്പോട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത് ശരിക്കും ഒരു ഫാം ലാൻഡാണ്. ശരിക്കും നമ്മൾ ഫാം ലാൻഡ് എടുക്കുന്ന കേട്ടോ നല്ലത്, അല്ലേ? നമ്മുടെ ഒരു സജഷൻ അല്ലേ? ഇവിടെ കുറേ കോഴികൾ, കുറേ ഇങ്ങനെയൊക്കെ ഇങ്ങനെ രാവിലെ ഇറങ്ങുമ്പോൾ ഇങ്ങനെ കുറേ കണ്ടില്ല നേരത്തേക്കും. ഇന്നലെ 2 ദിവസം മുന്നേ കുതിര ഉണ്ടായി, ഇന്നലെ കുതിര ഉണ്ടായി, ഇന്ന് പാട്. അങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് കണ്ട് എൻജോയ് ചെയ്ത് നടക്കാൻ അതായത് ഇതുപോലത്തെ സ്ഥലമാണ് ബെസ്റ്റ് കാര്യം. ഫുഡിൻ്റെ കാര്യം ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, മെയിൻ മീൽസൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഫ്രീസ് ചെയ്തിട്ട് എടുത്തിട്ട് വന്നു. അതായത് ഇപ്പം ഈസ്റ്റ് ബോണിൽ നിന്ന് ബ്രൈറ്റൺ വരെ ആകെ 1 hour ഉള്ളൂ. അത് ഞാൻ എനിക്ക് ഒരു ഇത് കൊടുത്തു വിട്ടുണ്ടായി, ഒരു ഹീറ്റ് ബാഗ്. ആ ഹീറ്റ് ബാഗിൽ ഇട്ടിട്ട് അതിൻ്റെ ആവശ്യമില്ല, 1 hour ഉള്ളൂ. എന്നിട്ട് ഈ കാർ നമ്മൾ റെൻ്റ് എടുത്ത് ആ സ്പോട്ടിൽ തന്നെ നമ്മൾ ഈ ഫ്രിഡ്ജിലേക്ക് ഇരി. ഈ ഫ്രിഡ്ജ് അടിപൊളി സ്ട്രോങ് ഫ്രിഡ്ജാട്ടാ, അല്ലേ? താഴെ വെച്ചിട്ടാണ് നല്ല കട്ട പോലെ ഇരിക്കുന്നത്. അപ്പം എന്താണ്, ഫ്രിഡ്ജിൽ വെച്ചു. അതായത് മെയിൻ മീൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ നമുക്ക് എല്ലാ ദിവസവും ബർഗറും പിzzയും അതൊന്നും പറ്റൂലല്ലോ. നമ്മൾ എന്തൊക്കെ എടുത്തു? ബിരിയാണി ഉണ്ടാക്കി 2 ദിവസം, 4 പോർഷൻ ഉണ്ടായിരുന്നു. അത് പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സർവീസിലെല്ലാം കയറില്ല. അപ്പം ഈ സ്പാറ്, ലോണ്ടിസ് അങ്ങനത്തെയൊക്കെ ഉള്ള ചെറിയ ചെറിയ സർവീസിലൊക്കെ നമുക്ക് ഓവൻ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് ഓവൻ ഉണ്ട്, പക്ഷെ ഇത് ഗ്രില്ല് ചെയ്യുന്ന ഓവനാണ്, അല്ലാണ്ട് മൈക്രോവേവ് ഓവൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ കയ്യിൽ ഫുഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കയറുന്ന സമയത്ത് ജസ്റ്റ് അവരോട് ഫ്രണ്ടിൽ ചോദിക്കണം, അതൊരു മര്യാദയാണ്. അല്ലേ നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ അവരോട് ചോദിച്ചിട്ട് റയറായിട്ട് കണ്ടിട്ടുള്ളൂ. ആദ്യത്തെ ദിവസം നമ്മൾ അതുകൊണ്ട് അവിടെ നിന്ന് ഭാഗ്യത്തിന് ചൂടാക്കി ബിരിയാണി. നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്കും നമുക്കൊരു കാട്ടിൻ്റെ ഇടയിലായിരുന്നു. അപ്പം നമുക്ക് ഒരു നിവൃത്തി ഉണ്ടായില്ല. നമ്മൾ പാനിലിട്ടിട്ട് ബിരിയാണി ചൂടാക്കി. കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണ്. അങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ 4 പോർഷൻ ഞാൻ കറി കൊണ്ടുവന്നുണ്ടായി. 4 പോർഷൻ അല്ല, 8 പോർഷൻ ഉണ്ടായി. അത് 2 പേർക്കും 4 വട്ടം കഴിക്കാനുള്ള 2 ബാക്കിയാണ്. അപ്പം അതിനിപ്പം ഇന്നും നാളെയായിട്ട് എടുക്കണം. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ചൂടാക്കിയാൽ മാത്രം മതിയെന്ന്. എനിക്ക് ഒരുപാട് സമയം കുക്കിങ്ങിനൊന്നും ചിലവാക്കണ്ട. ചപ്പാത്തി ആണെങ്കിലും മറ്റേ എലിഫന്റ് ആറ്റയുടെ
ചപ്പാത്തി. അത് ജസ്റ്റ് ഒരു 10 സെക്കൻഡ് അപ്പുറത്തിപ്പുറത്തും അത് ആക്കണമൊന്നുമില്ല ശരിക്കും, കുക്ക്ഡാണത്. അത് ചൂടാക്കിയാൽ മതി. മതി. അത് നല്ല ഉപകാരം. ഗ്രില്ല് ചെയ്യാനൊക്കെ ഉള്ള ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കുക ക്യാമ്പ് സൈറ്റിൽ അത് അലൗഡ് ആണോ എന്നുള്ളത്. അങ്ങനെ നമുക്കിവിടെ അലൗഡ് ആയിരുന്നു. സോ നമ്മൾ ഇന്നലെ ഗ്രില്ലൊക്കെ ചെയ്തു. അങ്ങനെ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചൂടാക്കാനും ഇതിനും തന്നെ ഒരു സമയം എടുക്കും കഴിച്ചു വരാൻ വേണ്ടിയിട്ട്. എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം ജസ്റ്റ് ഓംലെറ്റ് അടിക്കുക, അങ്ങനെ ചൂടാക്കുക, അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം, ചായ വെക്കാം, ടോസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലത്. അല്ലാതെ കറിയൊക്കെ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ നമ്മളത് നിന്നിട്ടില്ല, നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കിട്ടോ. എളുപ്പം ഇതാണ്, നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറി ഉണ്ടാക്കി വന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ചൂടാക്കി കഴിക്കുക, ചപ്പാത്തി ചൂടാക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമുക്ക് പിന്നെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. ഒരു ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാം. ഞങ്ങൾ അവക്കാഡോ ടോസ്റ്റ് ആണ് കൂടുതലും ഉണ്ടാക്കാറ്. ഓംലെറ്റ് അടിക്കുക, ഇതിനൊക്കെ സൂപ്പറാണ്. ചായ ഉണ്ടാക്കുക, എല്ലാത്തിനും അടിപൊളിയാണ്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ അകം ഒന്ന് പരിചയപ്പെടാം. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എല്ലാം നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, കമ്മിങ് ടു ദിസ് സൈഡ്, നമുക്ക് ഇതാണ് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ്. ഇത് നമ്മൾ എപ്പോഴും അടച്ചിടണം കുക്ക് ചെയ്യാത്ത സമയത്ത്. കുക്ക് ചെയ്യുമ്പോൾ ഇത് തുറക്കണം. നമ്മുടെ ഓപ്പറേറ്റ് ചെയ്യുന്നതെല്ലാം നമ്മൾ സാധാരണ നമ്മുടെ ഇവിടുത്തെ UK എല്ലാ ഗ്യാസും ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ നാട്ടിലും ഇത് ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു സാധനങ്ങളാണ്. ഇത് നമുക്ക് വാഷ് ബേസിൻ ഉണ്ട് ഇവിടെ. ഇതിങ്ങനെ ആക്കിയാൽ മതി. ഇത് നമുക്ക് വാഷ് ചെയ്യാം. ഈ വാഷ് ബേസിൽ നിന്ന് വരുന്ന വെള്ളം നേരെ താഴെ പോവും. അത് നമ്മൾ ഇതിൽ കളക്ട് ചെയ്യും. നമുക്കൊരു സെപ്പറേറ്റ് ഒരു ബോക്സ് ഉണ്ട്, അത് വെക്കാൻ വേണ്ടിയിട്ട്. പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. അത് നമ്മൾ ഈ വരുന്ന പൈപ്പിന്റെ അടിയിൽ വെച്ച് കൊടുക്കണം. ഇവിടെ ഫ്രിഡ്ജ് ഉണ്ട് നമുക്ക്. നമ്മുടെ ഫ്രിഡ്ജ് ഓൾമോസ്റ്റ് കാലിയായി. വരുന്ന സമയത്ത് കുറേ ഉണ്ടായി. ഇതാണ് ഞാൻ ഫുഡ് എടുത്തു എന്ന് പറഞ്ഞത്. ഇത് ഇന്നലെ ഗ്രില്ല് ചെയ്തതിൻ്റെ ബാക്കി ഇന്നും കൂടെ ഗ്രില്ല് ചെയ്ത് കഴിക്കാനുള്ളതാണ്. ഇതിവിടെ ഒരു ഫ്രീസർ ഉണ്ട്. ഇതൊക്കെ സാധനം ഇവിടെ നമുക്ക് പാല് സാമഗ്രികളൊക്കെ വെക്കാൻ പറ്റും. സോ ഇവിടെ നമുക്ക് അവർ തരുന്ന കുറച്ച് പാത്രങ്ങളുണ്ട്. ഇത് കെറ്റില്, പിന്നെ 2-3 പാത്രമൊക്കെ അവർ തരും നമുക്ക്. ഒരു പാത്രം നമ്മൾ വാങ്ങിയതാണ്, നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പാൻ നമ്മൾ വാങ്ങിയത്. അത് എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടി എനിക്ക് വീട്ടിൽ ആവശ്യമുണ്ട്, അതുകൊണ്ട് വരുന്ന വഴി ലിഡിൽ കയറിയിട്ട് വാങ്ങിയതാണ്. ഇവിടെ നമുക്ക് ഗ്യാസ് സിലിണ്ടർ ഉള്ളത്. ഇത് ഇപ്പോൾ ഓഫല്ല വെച്ചു. ഇത് ഓഫാണ്. ഇത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ. അത് നമ്മുടെ സേഫ്റ്റീൻ്റെ ഒരു ഇതിലാണ് പറഞ്ഞത്, എപ്പോഴും ഓഫ് ചെയ്ത് വെക്കണം. ഇത് നമുക്ക് ഇങ്ങനെ ഒരു ഓവൻ. ഈ ഓവൻ നമ്മൾ 1-2 വട്ടം ചപ്പാത്തി ചൂടാക്കാൻ യൂസ് ചെയ്തിട്ടുണ്ടായി. അല്ലാണ്ട് ഗ്രില്ല് ചെയ്യാനൊന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര പേടി ഇതിൻ്റെ അകത്ത് ഇങ്ങനെ തീയൊക്കെ വെച്ചിട്ട് ഇരിക്കാൻ വേണ്ടി. പ്രശ്നമൊന്നുമില്ല അങ്ങനെ. അതാണ് ഓവൻ. പിന്നെ ക്ലീൻ ചെയ്യലും പാടാണ്. ഇതൊക്കെ പ്ലേറ്റ്സ് ആണ്. ഇതൊക്കെ കട്ട്ലറീസ് ഒക്കെ അവർ നമുക്ക് തരും. ഒരു 3-4 പേർക്ക് കഴിക്കാനുള്ള പ്ലേറ്റ് എല്ലാം ഉണ്ട്. കപ്പുകള്, ഈ കട്ട്ലറീസിന്റെ സെറ്റിൽ തന്നെ എല്ലാം ഉണ്ട്. നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ, എല്ലാത്തിനും ഉള്ള സെറ്റപ്പുകൾ കട്ട്ലറീസിന്റെ അകത്തുണ്ട്. ഇതൊക്കെ നമുക്ക് സ്റ്റോറേജ് ആണ്. ഇതൊക്കെ നമ്മുടെ പഞ്ചസാര, മറ്റേ ഇത് ഉപ്പ്, കുരുമുളക്, അങ്ങനത്തെ സാധനങ്ങൾ. ഇതൊക്കെ മുട്ട, ക്യൂക്കുംബർ, പച്ചക്കറികൾ. ഇത് പഴം, ഫ്രൂട്ട്സിന്റെ ഏരിയ ആയിരുന്നു. അത് കഴിഞ്ഞു ഓൾമോസ്റ്റ്. അങ്ങനെ പിന്നെ നേരത്തെ കാണിച്ചല്ലോ അവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഇത്. പിന്നെ ഇതൊക്കെ വിൻഡോസ് കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അടക്കാം, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് കംപ്ലീറ്റ്ലി അടച്ചിടാം, അങ്ങനെയൊക്കെ. പിന്നെ രാത്രി ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഞങ്ങൾ ഇന്നലെ കിടക്കണ സമയത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായി. അത് നിങ്ങളിപ്പോൾ പോയിട്ട് കണ്ടിട്ട് പോയോ, അതെങ്ങനെ രാത്രി നമ്മൾ ഇതെങ്ങനെ സെറ്റ് ചെയ്തെന്നുള്ളത്. നമ്മളിപ്പോൾ കിടക്കാൻ ബ്രെഡ് കുടിക്കാൻ പോവാം. ഓക്കെ, നമ്മൾ സോഫ വിരിച്ചുകൊണ്ട് മനസ്സിലാവാത്തതാണ്. അവിടെ അതിനുള്ള ലിവർ ഉണ്ടല്ലേ. അതിങ്ങതാ. ഓക്കെ, നമ്മളിരുന്ന സീറ്റ്, ചാരിയ സീറ്റ്. അവിടെ ഫുള്ളും നമ്മൾ ബ്ലൈൻഡ് വെച്ച് കവർ ചെയ്തു. ഫ്രണ്ടിൽ ഫുള്ള് ബ്ലൈൻഡ് വെച്ച് കവർ ചെയ്തു. സൈഡുകളൊക്കെ നമ്മളിങ്ങനെ ക്ലോസ് ചെയ്തു. ഈ സൈഡും ക്ലോസ് ചെയ്തു. ഇനി എൻ്റെ ബാക്കും ഇങ്ങനെ ക്ലോസ് ചെയ്തു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ചൂട് എനിക്ക് തോന്നുന്നു ഇത് ഇടുമ്പോൾ ചൂട് നിൽക്കുന്നു. ഇത് പൊക്കുമ്പം ഭയങ്കര തണുപ്പ് ഇങ്ങനെ അകത്തേക്ക് കയറുന്നില്ല. കാരണം അതിൻ്റെ മേലെയുള്ളത് ഫുള്ള് ക്ലോത്ത് അല്ലേ, അതുകൊണ്ട്. ഓക്കെ, ഓൾ സെറ്റ്, എല്ലാം സെറ്റ്.
അതും ഇപ്പം ഇത് നമുക്ക് നമ്മൾ താക്കാൻ പോകാം. നമ്മൾ വണ്ടി എടുക്കുമ്പം ഇത് താക്കണം. ഇതിന് മേലെ ആക്ച്വലി രണ്ടുപേർക്ക് കിടക്കാൻ പറ്റുന്നതാണ് ഈ ഒരു സ്പോട്ട്. ഇന്നലെ കാണിച്ചിട്ടുണ്ടായി. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ തിരികെ വെക്കുക. എന്നിട്ട് ഇവിടെ ഒരു സ്ട്രാപ്പ് ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ടൈറ്റാക്കി കിട്ടുക. ഇല്ലെങ്കിൽ നമ്മൾ മോട്ടോർ ഹൈവേയിലൊക്കെ പോകുമ്പോൾ ഇത് പൊന്തി പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ അവിടെ ഒരു 2 ഇതുണ്ട് നമുക്ക് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് അതിൻ്റെ സെറ്റപ്പ്. നമുക്ക് ഈ ലിവർ പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് വരും. റെഡ് ലിവർ അല്ലേ? ഓക്കെ, നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഇത്രയും ഉണ്ട് കേട്ടോ. നമ്മൾ 2 ചെറിയ പെട്ടി പിന്നെ ഇതാ ഈ വക സാധനങ്ങൾ മൊത്തം നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല സ്പേസ് ഉണ്ട്. പിന്നെ നമ്മൾ ബെഡ് ഉറങ്ങുമ്പോൾ മാത്രം ഇവിടെ മാത്രം ഒന്ന് ക്ലിയർ ചെയ്താൽ മതി. ഇത് നമ്മൾ താഴ്ത്തിയിട്ടിട്ട് ഇവിടെ തലവെച്ചിട്ടാണ് അങ്ങനെ ഉറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഇവിടെയൊക്കെ ഇതൊക്കെ സ്റ്റോറേജ് സ്പേസ് ആണ്. ഇവിടെ നമുക്ക് അകത്തുനിന്ന് ആക്സസ് ഉണ്ട്, പുറത്തുനിന്ന് ആക്സസ് ഉണ്ട്. ഇവിടെ നമുക്ക് സാധനങ്ങൾ വെക്കാം. ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇത് മറ്റേ നമ്മുടെ ആ ഓണിങ് ഇതാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കാണിച്ചു കൊടുക്കാം. ഇന്നലെ കാണിച്ചില്ലേ? ഏത്? ഇല്ല, നമ്മൾ കാണിച്ചില്ല. ഇതാ നമ്മുടെ ഓണിങ്. അപ്പോൾ ഇത് നമ്മളിവിടെ കൊളത്തിയിട്ട് ഇങ്ങനെ തിരിക്കുമ്പോൾ ഇത് പുറത്തോട്ട് വരും. ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ തിരിക്കുമ്പോൾ ഇതിങ്ങനെ ഫുള്ള് നീണ്ടിങ്ങനെ വരും. അത് ഞാൻ ഏതെങ്കിലും ഒരു ഇതിലുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ നിർത്തിയതുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അതിനുള്ളതാണ് ഈ ഒരു സാധനം. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി വണ്ടി ഓടിക്കാൻ എങ്ങനെ ഉണ്ടായിന്ന് എനിക്കറിയില്ല, വിഷ്ണുവിനെ അറിയുള്ളൂ. അത് വണ്ടി ഓടിക്കാനൊക്കെ അടിപൊളിയാ, വണ്ടി കുഴപ്പമൊന്നുമില്ല. ഇവനൊരു പേടി ഉണ്ടായി, കാരണം വലിയ വണ്ടിയല്ലേ. ഇത്ര വലിപ്പമുള്ള വണ്ടി അങ്ങനല്ല, ഇത് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും എനിക്ക് ആദ്യം ഒരു പേടി. നമ്മൾ ഓടിച്ച കാറുകളല്ലേ ഇതിനേക്കാളും ചെറുതാണ്, നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും. ഇത് അത്ര വലിയ വണ്ടിയല്ല, ഇതിലും വലിയ വണ്ടി എളുപ്പമാണ്, വലിയ ടാസ്ക്. ആക്ച്വലി ആൽബി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് വലിയ വണ്ടി അവന് ആദ്യം ഒന്ന് കൈ കിട്ടിയ സമയത്ത് ഒരു അയ്യോ വലിയ വണ്ടി എന്നുള്ളൊരു ഇതുണ്ടായി. പിന്നെ ഓടിച്ചൊരു 5-10 മിനിറ്റ് ആയപ്പോഴത്തേക്കും സെറ്റായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായില്ല, സ്മൂത്ത് ആയിട്ട് പോവും, നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായി അവൻ. പിന്നെ അത്ര വലിയ വണ്ടി ഇതല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു ധൈര്യം കൂടി ഉണ്ട് നമുക്ക്. പിന്നെ ടോയ്ലറ്റിന്റെ കാര്യം, അത് വേറൊരു കാര്യം. അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് ഇത്ര നേരം വരെ തോന്നിയിട്ടില്ല. അല്ല, നമുക്ക് എല്ലാ സൈറ്റിലും ടോയ്ലറ്റ് അവൈലബിൾ ആണ്. ടോയ്ലറ്റ് അവൈലബിൾ എടുത്താൽ മതി. ചെറിയൊരു 2, 3, 4 പൗണ്ട് വ്യത്യാസമേ വരുള്ളൂ. ഓക്കെ, നമുക്ക് നല്ല ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് ടോയ്ലറ്റിൻ്റെ, അത് യൂസ് ചെയ്യുന്നത്, അതുപോലെ വാഷ് ചെയ്യുന്നത്, പ്ലേറ്റ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ വാഷ് ചെയ്യാം. നമുക്ക് ഈ വെള്ളം യൂസ് ചെയ്യാണ്ട് നമുക്ക് വേണമെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇതിൽ നമുക്ക് ഓൾറെഡി ടാങ്ക് ഉണ്ട് വെള്ളത്തിൻ്റെ, അതല്ലാണ്ട് നമുക്ക് തീരുമോ എന്നുള്ളൊരു പേടി. നമ്മളിപ്പോൾ 6 ദിവസമാണല്ലോ, അതുകൊണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം. എല്ലാം ഇനി വെള്ളം തീർന്നാലും നമുക്ക് ക്യാമ്പസ് സൈറ്റിൽ നമുക്ക് വെള്ളം ഇതാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ നമുക്ക് വെള്ളം എടുക്കാം. അതൊന്നും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല, കാരണം പുള്ളിക്കാരി ഓൾറെഡി നമ്മളോട് പറഞ്ഞായിരുന്നു ഒരു 6 days അല്ലേ നിങ്ങൾ പോണേ, വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല എന്ന്, ഷുവറായിട്ടും വരില്ല എന്ന് പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായി. ഇനി തീർന്നാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്കറിയില്ല. അതവിടെ ബാക്കിൽ തന്നെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ വണ്ടി ആരെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരും. സ്റ്റാർട്ടിങ്ങിൽ ഒരു 10 to 15 മിനിറ്റ്സിലെല്ലാം നിങ്ങൾ അവർക്ക് പറഞ്ഞുതരും. ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന എളുപ്പത്തിൽ നമുക്ക് എല്ലാം പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ടോയ്ലറ്റ്സ് ആയി, എല്ലാം ആയി. ഇനി അത്രേ ഉള്ളൂ കാര്യങ്ങൾ. ഞങ്ങൾ പറയാന്ന് വെച്ചാൽ എന്താ, ഒരു 4-5 ദിവസത്തേക്ക് കാറ് റെൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ, കാർ റെൻ്റ് എടുത്ത് എവിടെയെങ്കിലും പോകണം എന്നുള്ള ഓപ്ഷൻ ഉള്ളവർ ഉറപ്പായിട്ട് ഇതുപോലത്തെ സാധനങ്ങൾ എടുക്കാൻ ഞാൻ നിർബന്ധിക്കും നിങ്ങളെ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം, എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ എവിടെയെങ്കിലും. ഞാൻ ഭയങ്കര എക്സ്പേർട്ടൊന്നുമല്ല, പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ട് എനിക്ക് മെസ്സേജ് ചോദിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ അല്ലേ?
ഇതിന്റെ ടോട്ടൽ ബഡ്ജറ്റ് ഏകദേശം ഒരു ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഓൾമോസ്റ്റ് എത്ര ആയിട്ടുണ്ടാവും? അത് ഡിപ്പെൻസ് ആണ്. ഓരോ സ്ഥലങ്ങൾ നിങ്ങൾ പോകുന്നതനുസരിച്ച് ട്രാവൽ ചെയ്യുന്നതിനനുസരിച്ച് പെട്രോളിന്റെ പൈസ കൂടും, ദിവസങ്ങളുടെ അനുസരിച്ച്. ഒരു 500 മൈൽസ് 500 മേലെ. ഓ, മൈൽസിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല. മൈൽസ് ലിമിറ്റ് ഉണ്ട്. മൈൽസ് ലിമിറ്റ് ഉണ്ട് ഇതിന്. ഇപ്പൊ നമ്മുടെ ഡേയ്സിനനുസരിച്ചായിരിക്കും. നമ്മള് ഒരു ഡേയ്സ് ആണെങ്കിൽ ഇത്ര ലിമിറ്റ്. നമ്മൾ ഇപ്പോൾ 6 days ആയതുകൊണ്ട് നമ്മൾക്ക് 750 മൈൽസ് ആണ് ഇതിന് ലിമിറ്റ്. അപ്പോൾ അതിന് മേലെ ഓടുകയാണെങ്കിൽ പെർ മൈൽസിന് 35 പെൻസോ 80 പെൻസോ 35 പെൻസ് ചെറിയ എന്തോ പെൻസ് വെച്ചിട്ട് പെർ മൈൽസിന് കൊടുക്കണം. അതായത് ഒരു 100 മൈൽ ഓടുകയാണെങ്കിൽ 30 പൗണ്ട് എക്സ്ട്രാ വരും അങ്ങനെ. പക്ഷെ നമ്മള് ഓൾമോസ്റ്റ് അതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ആവുള്ളൂ എന്നാ നമ്മൾ വിചാരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 550 മൈൽസോളം ഓടി. തിരിച്ചു പോകാനുള്ള മൈലുണ്ട്. ഇന്ന് ഈ ഒരു ഏരിയയിൽ തന്നെയുള്ള നമുക്ക് ട്രാവലിംഗ് ഉള്ളു, പിന്നെ തിരിച്ചു പോകാനുള്ളത്. ചിലപ്പോ ഒരു 30 പൗണ്ട് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും തോന്നുന്നു അല്ലെ? അത്ര അത് മൈൽ ലിമിറ്റ് നിങ്ങൾ നോക്കണം നിങ്ങൾ എടുക്കുന്ന സമയത്ത്. എത്ര ചിലതിൽ ഭയങ്കര കുറവൊക്കെ ഉണ്ടാവും, കാരണം അത് അവരുടെ ഒരു ബിസിനസ്സും കൂടി ആണല്ലോ. അപ്പൊ ചിലത് നമ്മൾ ശ്രദ്ധിക്കാണ്ട് പിന്നെ അവസാനമായിരിക്കും അവർ പറയും ഇത്ര നിങ്ങൾ എക്സ്ട്രാ ഓടി നമുക്ക് ഇത്ര പൈസ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അറിയാണ്ട് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് അതൊക്കെ ഒന്ന് നോക്കി വെക്കണം എടുക്കുന്ന സമയത്ത്. ഇതൊക്കെയാണ് നോക്കേണ്ടതല്ലേ, പ്രത്യേകിച്ച് വേറെ ഇനിയൊന്നുമില്ല, ഇത്ര തന്നെ ഉള്ളൂ. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലൊരു ക്യാമ്പർ വാൻ ട്രിപ്പ് പെട്ടെന്ന് ഉണ്ടാവാൻ ഞാൻ പ്രാർത്ഥിക്കാം. ഇഷ്ടമുള്ള ആൾക്കാർക്ക്, അല്ലാത്ത ആൾക്കാരൊന്നും ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തില്ല. ചില ആൾക്കാർ വന്ന് കമൻറ്റ് ഇടും, ഓ ഇതല്ലേ ജീവിതം, ഇതല്ല അങ്ങനെ അങ്ങനെയൊന്നുമില്ല. ഇഷ്ടമുള്ള ആൾക്കാർ, ഇതുപോലെയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരെ മാത്രമേ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ശരി, നമ്മളിന്ന് പോവാന്ന്. സമയമായി. ഈ വീഡിയോ എടുക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായി. സമയമായി. ഒരു ബായ് പറയും. ഓക്കെ, ബൈ ബൈ.